ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഡാർക്ക് മോണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു വീട്ടിലേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു ചെല്ലുകയായിരുന്നു. ഈ കൗൺസിലിങ്ങിന് ചെല്ലുന്നിടത്തൊരു പ്രത്യേകതയുണ്ട്. അവർ കുഞ്ഞിന് പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് ചെല്ലുന്നത്. ഭാര്യയും അവരുടെ ബന്ധുക്കളും വീട്ടിലുള്ള കാരണവന്മാരും മകൾക്ക് പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ടും അവരുടെ വീട്ടിലുള്ള വ്യക്തികൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം പ്രേതബാധയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പ്രിയപ്പെട്ട ഡോക്ടറെ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു. നീ പോകുന്നത് ഒരു ഭക്തി നിറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ്. അവർ വിശ്വസിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രേതങ്ങളുടെ മേൽ ഒന്നും ചെയ്യാനില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് നീ ചെല്ലാൻ പോകുന്നത്. അവർക്ക് വേണ്ടത് ഇത്ര മാത്രമാണ്. നീ അവിടെ ഒന്ന് ചെല്ലുക, അതിനുശേഷം നിൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് നീ ഉറപ്പിച്ചു കൊടുത്താൽ മതി കുട്ടിക്ക് പ്രേതബാധയാണെന്ന്. അവർക്ക് അത്രമാത്രം മതി. കാരണം ഞങ്ങൾ നൽകിയ മെഡിസിൻസ് പോലും അവർ ആ കുഞ്ഞിന് നൽകിയിട്ടില്ല. ഇത്തരം ഒരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങളുടെ ടീം എൻട്രി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് വരുന്നതിന് മുൻപ് അവരവരുടെ പിതാവിൻ്റെ ജോലി സ്ഥലത്തോട് അനുബന്ധിച്ചുള്ള കോട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ കുഞ്ഞിനോട് ചെന്നിരുന്നു, കാര്യങ്ങളൊക്കെ തിരക്കി. എന്താണ് മോൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ വീട്ടിലുള്ള ഓരോരുത്തരെയായി വിളിച്ചിരുത്തി ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവരെയും ഗ്രൂപ്പായി ഇരുത്തി കാര്യങ്ങൾ സംസാരിക്കുക. ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും അതിശയം തോന്നിയ ഒരു കാര്യം മനസ്സിലാവുന്നത്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിന് ഇഷ്ടം പ്രേത സിനിമകൾ കാണുന്നതിനോടാണ്. പ്രേത സിനിമകൾ കാണുക, അത് അനുകരിക്കുക, തൻ്റെ കയ്യിലിരിക്കുന്ന പാവകളെ വികൃതമാക്കി പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചില സിനിമകളിൽ കണ്ടിട്ടുള്ള പ്രേതങ്ങളുടെ ആക്ഷൻസ് വരെ ആ കുട്ടി അവിടെ ഇരുന്ന് കാണിക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വളരെ ശ്രദ്ധയോടെ കാണുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത്തരം ഭാവങ്ങൾ കാണിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് കുഞ്ഞിനെ ഭയമാണ്. വീട്ടിലുള്ളവർ കുഞ്ഞിനെ വഴക്ക് പറയുമ്പോഴാണ് കുഞ്ഞ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാനിടയായി. രണ്ടാമത്, വീട്ടിലുള്ളവർ ആരും കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇത്തരം പ്രശ്നങ്ങൾ കുഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് വീട്ടിലെ ആൾക്കാർ ഓടിക്കൂടുന്നു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ചുറ്റുമിരുന്ന് കുഞ്ഞിനെ താലോലിക്കുന്നു, സംരക്ഷിക്കുന്നു. അവൾ ആ സന്തോഷത്തിൽ മതിമറന്ന് എല്ലാം നോർമലായി പെരുമാറുന്നു. പ്രാർത്ഥന വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിനൊപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചില ചികിത്സാ രീതികളും കൂടെ ആവശ്യമാണ്. കാരണം നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തികൾ അറ്റാക്ക് വന്നിട്ട് ഏറ്റവും നല്ല കാർഡിയോ സർജൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് ചെന്നിട്ടുള്ള ചരിത്രം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പലരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അല്പസമയം ഞാനും എൻ്റെ ടീമുമായിട്ട് പുറത്തിരുന്നപ്പോൾ ഒരു കാരണവർ വന്ന് പറഞ്ഞു, ബ്രദറേ, ഇത് പ്രേതബാധ തന്നെയാണ്. നിങ്ങൾ മനസ്സിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇത് പ്രേതബാധ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ പ്രേതത്തെ പിടിക്കുന്ന ഒരാളാണ്. ചിലതിനെ പിടിച്ചു കെട്ടാറുമുണ്ട്, ചിലതിനെ അഴിച്ചു വിടാറുമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ചിരിയും ചിരിച്ചിട്ട്, ഒരു പരിഹാസ ചിരിയും ചിരിച്ച് അദ്ദേഹം അകത്തേക്ക് കടന്നുപോയി. ഞങ്ങൾ കുഞ്ഞിനോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചു. അതിനനുസരിച്ച് ആ കുഞ്ഞ് ഞങ്ങളോട് വളരെ പറ്റിച്ചേരുകയാണ് ചെയ്തത്. അവൾ കഥകൾ പറയാൻ തുടങ്ങി, കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇടയ്ക്ക് ഞങ്ങൾ ചോദിക്കും, മോൾക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നത്, ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് വളരെ രസകരമായൊരു കാര്യം അവൾ പറഞ്ഞു, എൻ്റെ മമ്മിക്ക് പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അങ്കിളെ എന്ന് പറഞ്ഞു. ഞാൻ പ്രേതത്തെ പോലെ അഭിനയിച്ചാലുണ്ടല്ലോ മമ്മി വഴക്ക് പറയില്ല. ഉടനെ മമ്മി എന്ത് ചെയ്തെന്നോ, പേടിച്ചരണ്ടിരിക്കും. പിന്നെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ചുറ്റും കൂടിയിരുന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്കെല്ലാം വാങ്ങിച്ചു തരുന്നു. നമ്മൾ കാണുന്നതിനപ്പുറം കാണുന്നതാണ് ഇന്നത്തെ തലമുറ. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ. ആ കുഞ്ഞ് ഒബ്സർവ് ചെയ്തെടുത്തൊരു കാര്യമാണ്, അതിൻ്റെ അമ്മയ്ക്ക് പ്രേതം എന്ന് പറഞ്ഞ പേടിയാണ്. ഈ കുടുംബം പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം പ്രേത സാന്നിധ്യമാണെന്നോ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം. ഇനി ഈ പ്രേത സാന്നിധ്യം എന്ന് പറയുന്നതിന് ഒരു കാരണവും കൂടി ഞാൻ പറഞ്ഞു തരാം. ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് വീടിന് ചുറ്റുമുള്ളവരും വിശ്വസിക്കുന്നൊരു വീടാണ്. കാരണം ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പയ്യൻ എന്തോ സംഭവിച്ചു മരണപ്പെട്ടു പോയി. അവൻ്റെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിലുണ്ട്. അതിനുവേണ്ടി പല കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, ആ പ്രേതാത്മാവിനെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു വീടാണ് ഇവർക്ക് താമസത്തിന് വേണ്ടി കിട്ടിയത്. ആ കുഞ്ഞ് ഞങ്ങളോട് വളരെ അടുക്കാൻ തുടങ്ങി.
ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ ക്ലയൻസിനെ കാണാൻ ഞങ്ങൾ ചെല്ലുക. അങ്ങനെ ചെല്ലുന്നതിന് വേണ്ടി ഈ കുഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങി. ചെല്ലുമ്പോഴത്തേക്ക് ഇവൾക്ക് ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങളോട് പറയാനുണ്ട്. ഇവളുടെ പ്രേത സ്വഭാവങ്ങൾക്കെല്ലാം വളരെ മാറ്റം വന്നു തുടങ്ങി. പ്രേത സ്വഭാവമല്ല, ഈ കുഞ്ഞ് കാണിക്കുന്ന ചില ആക്ടിവിറ്റീസിനൊക്കെ കുറവ് വന്നു തുടങ്ങി. ഞങ്ങൾ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ എന്താ പ്രശ്നം? ആ കുഞ്ഞ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കുട്ടിയുടെ ഫാദറിനെ ആ കൊച്ചു വല്ലാതെ മിസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു യൂണിഫോംഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ കാണണമെന്ന് താല്പര്യം പറഞ്ഞു. കാരണം ചില വിഷയങ്ങളിൽ ഇഷ്യൂ ഉള്ള വ്യക്തിക്ക് മാത്രമായിരിക്കില്ല, അവരുടെ ചുറ്റും നിൽക്കുന്നവർക്കും കൗൺസിലിംഗ് ആവശ്യമായിരുന്നു. മുൻകൂട്ടി അറിയിച്ച പ്രകാരം അദ്ദേഹം ലീവെടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിന് വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കുന്ന ചില മാനസിക സമ്മർദ്ദങ്ങളാണ് കുഞ്ഞ് ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അവൾക്ക് ആവശ്യത്തിന് കെയർ ഈ വീട്ടിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അത് അവളുടെ തോന്നലായിരിക്കാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുഞ്ഞുങ്ങളല്ലേ, അത് കിട്ടാതെ വരുമ്പോൾ അവളത് ആകർഷിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ചില രീതികളാണ് ഈ പ്രേതബാധയുണ്ടെന്നുള്ള തോന്നൽ. അതിന് കാരണം ഈ വീട്ടിലെല്ലാവർക്കും പ്രേതം, പിശാച് എന്ന് പറയുന്ന ഒരു ഭയം. ഈ കുഞ്ഞ് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട് പ്രേതത്തെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അവളെ ചോദ്യം ചെയ്യാനോ അവളെ വഴക്ക് പറയാനോ ഭയക്കുന്നു. അത് ആ കുഞ്ഞ് യൂട്ടിലൈസ് ചെയ്തതാണ്. പണ്ട് ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ യാത്രകളൊക്കെ പോകും. രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടിയിൽ ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്യും. ഇടയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മോൾക്ക് പറയാനുള്ളതും മോന് പറയാനുള്ളതും എല്ലാം ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കും. പക്ഷേ ജോലി തിരക്കും ഞങ്ങൾ നിൽക്കുന്ന ആ ടൗണിൽ മക്കൾ ഇനി വളരുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും ഞാൻ അവരെ ഇങ്ങോട്ട് മാറ്റിയത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു വിഭാഗം പോലീസുകാർ അവരുടെ ഡ്യൂട്ടിക്കിടയിൽ എക്സ്ട്രാ സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ പിള്ളേരെ നേർവഴിക്ക് നടത്താൻ ഞങ്ങൾ പരിശ്രമിക്കാറുമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി പരിമിതികളുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വീട്ടിലുണ്ടാകുന്ന ചില സാഹചര്യങ്ങളാണ് കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാനായിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ, അല്ലെങ്കിൽ അവരോട് ഡീൽ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വരുമ്പോഴെല്ലാം അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ആളുകൾ ചുറ്റുമുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ എനിക്കും അറിയാം സാർ. പക്ഷേ ഞാൻ പല സ്ട്രെസ്സിൽ വന്നേച്ചിട്ട് പിള്ളേരുടെ അടുത്ത് ഇടപെടുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ അറിയാതെ പൊട്ടിത്തെറിച്ചു പോകും. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ അല്പം ഒന്ന് മാറ്റി നിർത്തി വീട്ടുകാരുടെ കൂടെ താമസിക്കാൻ അനുവദിച്ചത്. ഞങ്ങൾക്ക് ആ പോലീസുകാരൻ്റെ അവസ്ഥ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയുടെ അവസ്ഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അല്പം വിഷമം തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളോട് വളരെ ബഹുമാനം തോന്നി. ഞങ്ങളുടെ കൗൺസിലിങ്ങും സെക്ഷൻസൊക്കെ കഴിഞ്ഞു. കുഞ്ഞിന് ആവശ്യത്തിന് മെഡിസിൻ നൽകണം, കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ വേണം, കൗൺസിലിംഗ് ആവശ്യമുണ്ട്, വീട്ടിലുള്ളവർക്കും കൗൺസിലിംഗ് ആവശ്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, കുഞ്ഞിന് HPDയുടെ ഇഷ്യൂ തന്നെയാണോ, അത് സാറിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു 90% അതിൻ്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ 10% എന്ന് പറയുന്നത് കുഞ്ഞിന് ചുറ്റുമിരുന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, കഥകൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം കുഞ്ഞിൻ്റെ ചിന്തയെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് സൈക്കിക് ഫീൽ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ദുർനിമിത്തങ്ങൾ അല്ലെങ്കിൽ ഈ പ്രേതഭൂതബാധ എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ ഈ കുഞ്ഞ് കണ്ടിട്ടുണ്ടാകാം. ഇന്നത്തെ ഡാർക്ക് മൂണിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.